ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഹായ് പറയാൻ. ഹായ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പം. വളരെ എളുപ്പമാണ് വട്ടയപ്പം ഉണ്ടാക്കാൻ. നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ സാധാരണ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് അരി വേണേലും ഈ വട്ടയപ്പത്തിനും എടുക്കാം. പക്ഷേ നല്ല ക്വാളിറ്റി അരി ആയിരിക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ വട്ടയപ്പം നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് അരി എടുക്കുമ്പോൾ 3/4 കപ്പ് തേങ്ങയാണ് വേണ്ടത്. ഈ അരിയും തേങ്ങയൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ്സോ കപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം. കറക്റ്റ് അളവ് കപ്പ് തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങൾ അരി അളന്നെടുക്കുന്ന അതേ കപ്പിൽ തന്നെ തേങ്ങയും അളന്നെടുത്താൽ മതി. പിന്നെ നമുക്ക് മാവ് അരയ്ക്കാൻ തുടങ്ങാം. ബാക്കിയുള്ള സാധനങ്ങൾ ഞാനത് അരയ്ക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്നൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ പിടി ചോറ് ചേർക്കാം. ഇത്രയും മതി. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് വരും. ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന ചോറാണ്, പക്ഷേ വെള്ള ചോറായാലും കുഴപ്പമില്ല. നിങ്ങൾ ബാസ്മതി റൈസ് വെച്ചാണ് ചോറ് വെക്കുന്നതെങ്കിൽ അത് വേണേലും ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈസ്റ്റും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പ് ചെറിയ ചൂട് വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അത് വേണം നമ്മൾ ഈ മാവിലോട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നേരിട്ട് ചേർത്ത് അരച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും ചേർക്കാം. ഞാനിവിടെ 3 ഏലക്കയുടെ തോട് മാറ്റിയിട്ട് ഉള്ളിലുള്ള കുരു മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കയുടെ വലിപ്പം പോലെ എടുക്കണം കേട്ടോ. ചെറിയ ഏലക്കയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉള്ളിലുള്ള കുരു എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് 4 5 ഒക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ വേണ്ടത് 2 നുള്ള് ജീരകം. ജീരകം എല്ലാവരും വട്ടയപ്പത്തിൽ ചേർക്കാറില്ല, പക്ഷേ ഞാനെപ്പോഴും ജീരകം ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ ഏലക്കയുടെയും ജീരകത്തിൻ്റെയും ഒരുമിച്ചുള്ളൊരു ഫ്ലേവർ വരുമ്പോൾ വട്ടയപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കൂടിപ്പോകാൻ പാടില്ല. 2 ചെറിയ നുള്ള് ജീരകം മാത്രമേ ചേർക്കാവുള്ളൂ. വളരെ ചെറിയൊരു ഫ്ലേവർ മതി. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കണം. നമ്മൾ മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള മധുരം ആവിയിൽ വേവിച്ച് കഴിയുമ്പോൾ കാണത്തില്ല. കുറച്ച് മധുരം ഒന്ന് കുറയും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ചേർത്ത ഈ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ട് നല്ല മധുരം ഉണ്ടാവത്തില്ല വട്ടയപ്പത്തിന്. പക്ഷെ ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ കൂടുതൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടരുത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പിന്നെ ചേർത്ത് കൊടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഒരു ദോശമാവിൻ്റെ പരുവത്തിനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ തരിയില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല, എന്നാൽ ഒരുപാട് കട്ടിയുമില്ല. ഇനി അവസാനം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഈ തേങ്ങ നമ്മൾ നന്നായിട്ട് അരയ്ക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കത്തേ ഉള്ളൂ. അതായത് തേങ്ങയുടെ ചെറിയ ചെറിയ തരി മാവിൽ കിടപ്പുണ്ടാവും. നമുക്കത് തരിയോടുകൂടി ഒന്ന് അരച്ചെടുക്കാം. 1 2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങയുടെ ചെറിയ ചെറിയ തരി മാവിൽ കിടപ്പുണ്ടാവും. അങ്ങനെയാണ് വേണ്ടത്. ഈ മാവ് നമുക്കിനി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 6 മണിക്കൂർ വെക്കണം. ഞാൻ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് അടച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് രാവിലെ ഉണ്ടാക്കി വെച്ച മാവാണ്. ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് ഇളക്കരുത്. പതുക്കെ 1 2 തവണ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഈ മാവിൽ ഇങ്ങനെ കുമിളകൾ വന്ന് നിൽക്കുന്നത് നമ്മൾ സ്പൂണിട്ട് ഒരുപാട് ഇളക്കി പൊട്ടിച്ച് കളയാതിരുന്നാൽ വട്ടയപ്പം നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാവ് അരച്ച സമയത്ത് തന്നെ പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തത്. അപ്പോൾ പിന്നെ മാവ് നമുക്ക് ഒരുപാട് നേരം ഇളക്കണ്ടല്ലോ. പഞ്ചസാരയൊക്കെ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പിന്നെ മിക്സ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീൽ പ്ലേറ്റോ ഗ്ലാസ് ബൗളോ ഏത് വേണേലും എടുക്കാം. ഈ പ്ലേറ്റിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് പാനിൻ്റെ സൈഡിലും താഴെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. വട്ടയപ്പം എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ സ്റ്റീമറിൽ വെച്ചതിന് ശേഷമാണ് മാവ് ഒഴിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇതുപോലൊരു സ്റ്റീൽ റിങ്ങോ സ്റ്റീൽ പ്ലേറ്റോ ഏതെങ്കിലും വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ച പ്ലേറ്റ് വെക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഒരു വട്ടയപ്പത്തിനുള്ള മാവേ ഉള്ളൂ. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റ് പോലെ ഇരിക്കും കേട്ടോ. ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് മാവ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ പ്ലേറ്റിൽ നിറച്ചൊഴിക്കരുത്, ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കാം. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കശുവണ്ടിയോ മുന്തിരിങ്ങയോ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കരുത്. കാരണം നമ്മൾ ഈ മാവായിട്ടിരിക്കുന്ന സമയത്ത് മുകളിൽ കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ അതങ്ങ് വട്ടയപ്പത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുക. മുകളിലൊക്കെ ഒന്ന് സെറ്റായി വരും. ആ സമയത്ത് കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് താഴ്ന്നു പോകത്തില്ല, മുകളിൽ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പക്ഷേ ഇത് പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത്, കശുവണ്ടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചൊരു 20 മിനിറ്റ് വേവിക്കാം. വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വരും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവരുത്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റൗ ഒന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. വട്ടയപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാനിൽ നിന്ന് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും, ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് തണുക്കാനായിട്ട് വെക്കാം. വട്ടയപ്പം ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് സൈഡിൽ നിന്ന് കണ്ടോ നല്ലതായിട്ടിപ്പോൾ ഇളക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ഷേപ്പിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കൈവച്ച് തന്നെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ചൂടുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കിട്ടത്തില്ല, പൊടിയും. അപ്പോൾ ഇതേ കണ്ടോ കറക്റ്റ് ഷേപ്പിന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല അടിപൊളി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വട്ടയപ്പം നിങ്ങൾ കുറച്ചും കൂടി മധുരം കുറവായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും നോൺ വെജ് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൻ.